ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചാവക്കാടുള്ള മറൈൻ വേൾഡിലേക്ക് പോവാണ്. കുറേ നാളായിട്ട് പോകാൻ വേണ്ടി വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് പോകുന്നത് കേട്ടോ. പോയിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നും ചിലവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ പിള്ളേരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഹൈക ഇങ്ങോട്ട് നോക്കിയേ ബബിള, അച്ഛൻ നോക്കിയതാ. ഓ നല്ല വലിയ വരൂട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ടാറ്റ കൊത്തവരുട്ടോ. അവനങ്ങോട്ട് അടിപ്പാ. എന്തേ ആ എന്നിട്ടേക്ക് എന്താ ഇതിൽ നോക്കി പറയുമ്പോ ഗപ്പിയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ പാത്രത്തിലത്തെ ഗപ്പിയൊക്കെ ചത്തുപോയില്ലേ. ഒരിക്കലും കൂടും. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയപ്പോൾ നമുക്ക് ഒരു ഹൈറ്റിന് അനുസരിച്ചാണ് കേട്ടോ പ്രൈസ് വരുന്നത് ടിക്കറ്റിൻ്റെ. അപ്പോൾ ഈ 140 മേലെ ആണെന്നുണ്ടെങ്കിൽ വേറെ റേറ്റ്, ഇതിനിടയിൽ വരികയാണെങ്കിൽ വേറെ റേറ്റ്, 95 താഴെയാണെങ്കിൽ വേറെ റേറ്റ്, അങ്ങനെയൊക്കെ കേട്ടത്. ഇവിടെ കണ്ടോ റേറ്റ് കണ്ടോ. അപ്പോൾ കണ്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. എല്ലാ കുട്ടികൾക്ക് മാത്രം കേട്ടോ. അങ്ങനെ അവരിങ്ങനെ ഹൈറ്റ് എത്രയുണ്ടെന്ന് നോക്കും, എന്നിട്ടാണ് അവർ റേറ്റ് പറയുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഹൈറ്റ് അയച്ചോ എനിക്ക് എത്ര ഹൈറ്റ് ഉണ്ട്, ഇത് ഇപ്പം നോക്കിക്കഴിഞ്ഞിട്ടും പിന്നെയും അവിടെ തന്നെ നിന്നിട്ട് ഈ ഹൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഒരു വർക്കിംഗ് ഡേ പോലെ ആയ കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടന് ടിക്കറ്റ് എടുക്കാൻ പോയ നേരത്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും റീൽസ് എടുക്കാൻ നമുക്ക് വല്ല ഡാൻസും പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ പാട്ട് വെച്ചിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് പാട്ടിനനുസരിച്ച് നിങ്ങൾക്ക് മൈൻഡിൽ പാട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡാൻസ് അറിയാമല്ലോ, ഡാൻസ് കളിച്ചാൽ നമുക്ക് പാട്ട് കയറ്റിയിട്ട് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അറിയണ 2 ഡാൻസ് എടുത്തിട്ട് അവരൊന്ന് കളിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ ചില നേരത്ത് മടിയായിരിക്കും ഡാൻസ് കളിക്കാനായിട്ട്.
കുറച്ചിങ്ങനെ ആളുള്ളടത്തൊക്കെ. ചിലപ്പോൾ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡാൻസ് കളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് ഏതായിരിക്കും അറിയണത് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ടിക്കറ്റ് കിട്ടേണ്ട നേരമായി കഴിഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നു. ഇതിലൂടെയാണ് കയറിപ്പോകുന്ന സ്ഥലം കേട്ടോ. ഞങ്ങൾ അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് കൊണ്ടൊരു സംഭവമുണ്ട്, അതിലേക്കാണ് കേട്ടോ പോണത് ആദ്യം കയറിയത്. അപ്പോൾ കണ്ട അക്വേറിയം എൻട്രി ചെയ്താണ്. അപ്പോൾ ടോയ്ലറ്റ് പോകണമെങ്കിൽ സൈഡിൽ പോയിട്ടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ ഞങ്ങളവിടെ ഉള്ളിൽ കയറിയ നേരത്ത് ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ, നമുക്ക് അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല, അതുപോലെയായിരുന്നു. വെച്ചാൽ ശീതനൊക്കെ അടിച്ചിട്ടേ. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ നേരെ പോയിട്ട് അവിടെ സൈഡിൽ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ. അപ്പം ഓൾറെഡി ഉള്ളിലേക്ക് പോയ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു 10 മിനിറ്റാണ് അതിൻ്റെ സമയം. അപ്പോൾ ഓൾറെഡി അകത്തേക്ക് പോയിട്ടുള്ള ആൾക്കാർ തിരിച്ച് വരണമല്ലോ, എന്നിട്ടല്ലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്തതിനനുസരിച്ച് നമ്മളിങ്ങനെ ചെയറിലിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ നീങ്ങി ഇരിക്കണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ ഉള്ളിലോട്ട് കയറി പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കസരക്കളി പോലെ ചെയർ ഇങ്ങനെ നീങ്ങി ഇരിക്കണം. ഡീപ്പാട്ടഡ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ബിസ്ക്കറ്റും ചോക്ലേറ്റ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടോ, അങ്ങനെ നിങ്ങളാണ് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മളവിടെ ചെരുപ്പ് ഊരിയിട്ട് വെക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് ചുമ്മാ അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു സെൽഫി പോലെ, ഇതാണല്ലോ മെയിൻ സാധനം, ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ കാണാനുള്ള ഒരു ഇതുപോലെ ഇങ്ങനെ ഒരു പിക്ചറൊക്കെ, ഇതാണ് അതിൻ്റെ ഉള്ളിൽ കാണുക എന്നുള്ളതിൻ്റെ ഒരു പിക്ചറൊക്കെ അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയും ഞാനിപ്പോൾ തന്നെ ചെരുപ്പൂരി ഇടുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വേഗം തന്നെ ചെരുപ്പൂരി ഇട്ടു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അച്ഛൻ്റെ കാലുമേൽ ഇങ്ങനെ ഇരുന്ന് ആടിയിട്ടൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചാൻസ് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ആൾക്കാർ ഇറങ്ങി വരണമല്ലോ. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇരിക്കണോ കേട്ടോ. കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വിളിച്ചു നമ്മളെ ചിലപ്പോൾ കൂടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ചു. ആ വണ്ടി വന്നു. വണ്ടിയാണെന്തെന്ന് പറയാമെന്നറിയില്ല അതിന് വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് നമ്മളവിടെ അങ്ങനെ ഒരു സോഫ സെറ്റ് പോലെയൊക്കെ ഉണ്ട്. ആ സീറ്റിൽ ഇങ്ങനെ ഇരിക്കാം. താഴെ ഇങ്ങനെ ഒരു കാർപ്പറ്റ് പോലെ ഇട്ടുണ്ട്. താഴെ ഇരിക്കണമെങ്കിൽ താഴെ ഇരിക്കാം. അപ്പോൾ നമ്മളിരിക്കുന്ന ഒരു ഗ്ലാസ് കണ്ടോ, ആ ഗ്ലാസിൻ്റെ കൂടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതിലൂടെ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ അടിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ താഴെയാണ് സീറ്റിലിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടി വരും. അല്ലാതെ താഴെ കാർപ്പറ്റിലിരിക്കുകയെന്ന് തന്നെ കുട്ടികളോട് പറഞ്ഞു താഴെ ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്കിങ്ങനെ വെള്ളത്തിൽ കൂടെ പോണ പോലെ നമുക്ക് തോന്നും. ഞാൻ വെച്ചു ഇതെന്താ സംഭവം, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കാണാമെന്നറിയില്ലല്ലോ. ഇപ്പോൾ ഫുൾ ഇരുട്ടല്ലേ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു മീൻ ഇങ്ങനെ അതിൽ കൂടെ പോകണം മനസ്സിലായി. വെള്ളത്തിൻ്റെ അടിയിൽ ഈ സാധനം തന്നെയാണ് ഒരു ഇതായി. കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇരുട്ടിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങി ഇങ്ങനെ കഴിയുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ പോലെ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ കുറച്ച് ലോകാത്ഭുതങ്ങളുടെ കുറച്ച് സാധനങ്ങളും പിന്നെ ചെറിയ നമുക്ക് തന്നെ അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ കാണാൻ പറ്റും. പിന്നെ നിറയെ ഈ മീനുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യണത്. നിറയെ മീനുകളുണ്ട്. ഈ സെയിം മീനുകൾ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ ഞങ്ങളതൊന്ന് കാണാൻ പോവാണ്.
കൂട്ടത്തിൽ കൂടെ പോണവളുണ്ടാവും. മമ്മി 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 അപ്പൊ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. എല്ലാ വണ്ടേഴ്സും ഉണ്ട്. ടൈറ്റാനിക് ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ കാണിച്ചു. ശരിക്കുള്ള ബിൽഡിംഗ് കാണണം. അയ്യോ അവിടെ നോക്ക് വരുന്നോക്ക്. അല്ലാന്നാ അതെ തല്ലൂട്ടുണ്ടായല്ലോ. താജ്മഹൽ ഉണ്ടായിരുന്നു ഇത് ഈ ഒരു ഭാഗം മറ്റേ ഭാഗം റൗണ്ട് അടിക്കുന്നു. എന്തായാലും പോവും. കാരണം താജ്മഹലൊക്കെ കാണാൻ ശ്വാസം കുട്ടികളുണ്ടല്ലോ ഞങ്ങൾ വിളിച്ചപ്പോ നമ്മളിട്ട് വരാൻ പോകുമ്പോ ഇതിപ്പോൾ ഒരു സെൻറ്റർ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അവിടെ ഇങ്ങനെ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് വണ്ടി മൂവ് ചെയ്യാണ് ചെയ്യുക. ചെരിഞ്ഞ ഗോപുരം പിന്നെ ഇതൊക്കെ ഈ വെള്ളം കയറാണ്ട് നോക്കണ്ടേ? മീനുകളുടെ കൂട്ടത്തിലേക്കാണ് പിരമിഡ്. സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി അല്ലല്ലേ? മറ്റേ പണിയാനൊക്കെ താജ്മഹൽ
ഓ ഇതാണ് ഞാൻ ആ ഓട്ടയെ കൂടെ കണ്ടു പറഞ്ഞില്ലേ താജ്മഹൽ. റൗണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് ആ അതന്നെ അത് കൂടെ കണ്ടത് ആ ഓട്ടെ ആ ഓട്ടയെ കൂടെ കണ്ടേ. ട്രാക്ക് ഉണ്ട് ബാംഗ്ലൂരാ റൗണ്ട് അടിച്ച് അങ്ങോട്ട് വൈറ്റ് മീനുകള് നിറയെ ഇവിടെ വൈറ്റ് കൂടുതലല്ലേ. എന്തിട്ട് വീണോ വായോ പിടിക്കാം എന്നിട്ട് വാർത്ത് തിന്നാം. ആരെയൊന്നും ഇങ്ങോട്ട് നോക്കണം. അതൊന്നുമല്ല. എട്ടാമത്തെ അത്ഭുതമാണ് ലേറ്റ് ഒന്നും ഇല്ല. അതീ കൂടെ പോകുമ്പോ ഇത് കൂടെ ആ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആരൊക്കിത് അല്ലു 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 വൈകി ചേച്ചി അച്ചു ചേച്ചി വിളിച്ച് Who are you? തൊഴുതിട്ടാ ദൈവല്ല തൊഴുതിട്ട് പോവാൻ. ആ അതെ ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതെ നമ്മുടെ സ്ഥലത്തിൽ തോന്നുന്നു അല്ലേ, ഇവിടെന്നല്ലേ തുടങ്ങി. അതെ ഞാനാ ആയിരിക്കും. ഏയ് ഇവിടെ വന്നു. നിറുട്ട പോവായിരിക്കും ഇങ്ങനെ അങ്ങോട്ട് പോവുകയായിരിക്കും. ഞാൻ ചെറിയ നിർത്തി. ആ അതന്നെ കുറച്ചേരം അവിടെ നിർത്തിട്ടില്ലേ. അഞ്ചെണ്ണ കാണും. ഏ